Dear students, welcome back to our English online class. Previous day we discussed the fight between mongoose and the cobra. Okay, at last we discussed it. Now we can go through the remaining parts of the story. That is the climax of the story. Okay, let's see. If you have the textbook, you can see in the page number 13. Okay, see that. Let's start. ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം കീരിയും പാമ്പും തമ്മിലുള്ള ഘോരമായ പോരാട്ടമാണ് കണ്ടത്. ആ പോരാട്ടത്തിനിടയിൽ അവസാനം പറഞ്ഞു നിർത്തിയത് കാട്ടിലെ കാക്ക എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചലനം മറ്റ് കിടക്കുന്നുണ്ട്, മരിച്ചു വീഴുകയാണ്. ഇത്രയും പറഞ്ഞു നിർത്തിയത് അല്ലേ? ബാക്കി ഭാഗം നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 13 എടുക്കുക. 13 കാണാം. Okay, see. Next one. The cobra was weakening and the mongoose walking fearlessly up to it. Raised himself on his short legs and with lightning snap had the big snake by the snout. അങ്ങനെ പാമ്പ് ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാട്ടത്തിനിടയിൽ പാമ്പ് ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ചെറിയ കാലുകളോട് കൂടിയിട്ടുള്ള കുറുതായിട്ടുള്ള കാലോട് കൂടിയിട്ടുള്ള നമ്മുടെ കീരി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നേരെ നടന്നുകൊണ്ട് ഈ പാമ്പിനടുത്തേക്ക് വരികയാണ്. വന്നു. എന്നിട്ടോ the cobra writhed and lashed out it in a frightening manner. പേടി കൊണ്ട് ഇതിങ്ങനെ വേദന കൊണ്ട് പുളയുന്നുണ്ട് നമ്മുടെ പാമ്പ്. And ever coiled itself about the mongoose. അതേസമയം വേദന പൊളിയുന്ന സമയം തന്നെ നമ്മുടെ പാമ്പ് കീരിയെ വരിഞ്ഞു മുറുക്കി. But all to no avail. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്തില്ല, കാര്യമില്ല. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its curing length and gripping it round the hood dragged it into the bushes. അങ്ങനെ പാമ്പ് എന്ത് ചെയ്തു? ഈ സമയത്ത് എന്ത് ചെയ്തു? അനങ്ങാൻ പറ്റാതെ അങ്ങനെ പുളഞ്ഞു കിടക്കുന്നുണ്ട്. ഇതേ സമയം പുളയുന്നതിനിടയിൽ അതിൻ്റെ ചലനം നിന്നോ വിറയൽ നിന്നോ എന്നറിഞ്ഞുകൊണ്ട് നോക്കിയിട്ട് നോക്കാൻ വേണ്ടി നിൽക്കുന്നു. നോക്കിയതിന് ശേഷം ചലനം മറ്റൊന്ന് കണ്ടപ്പോൾ അതിനെ വലിച്ചിഴച്ച് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കീരി. ഓക്കെ. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. ഇതേ സമയം മൈന എന്ത് ചെയ്യുന്നുണ്ട്? മൈന ഈ സമയം പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരികയും കുറച്ച് സമയം അവിടെ തത്തിക്കളിക്കുകയും പിന്നീട് അഭിനന്ദനത്തിൻ്റെ ഉച്ചത്തിലുള്ള ആ ഒരു ചിലച്ചതിന് ശേഷം അവിടെ നിന്ന് ദൂരേക്ക് പാറിപ്പോവുകയും ചെയ്യുന്നു. നെക്സ്റ്റ്. When I had also made a cautious descent from the tree and returned to the house. അങ്ങനെ ഞാനും ശ്രദ്ധിച്ചുകൊണ്ട് മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി. എന്നിട്ടോ then I told grandfather of the fight I had seen. ഞാൻ കണ്ട കാര്യം അല്ലേ? ഈ ഒരു പോരാട്ടത്തെക്കുറിച്ച് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു. ഞാൻ കണ്ട കാര്യം വിശദീകരിച്ചു. He was pleased that the mongoose had won. മംഗൂസാണ് ഇതിലെ വിജയി എന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ മുത്തച്ഛന് എന്തായി? സന്തോഷമായി. അദ്ദേഹം സന്തുഷ്ടനായി. ഓക്കെ. I had seen he was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. It had never tried taming it because wild mongoose was more useful than a domesticated one. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും
ഇവിടെ അദ്ദേഹം പറയാണ് എന്താണ് കാര്യം. ഇവിടെ മംഗൂസിനെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ തോട്ടത്തിൽ കാണാറുണ്ട് അല്ലേ. പാമ്പ് വരുന്നത് നോക്കി നിൽക്കാൻ വേണ്ടി, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവിടെ നോക്കി നിൽക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയത്, അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അല്ലേ, മനസ്സിലാക്കി അവിടെ ഉണ്ട് പൂന്തോട്ടത്തിൽ പാമ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തിനു നിർത്തിയുള്ളത്, കീരിയെ നിർത്തിയുള്ളത്. മാത്രമല്ല ഇടയ്ക്കിടെ ഭക്ഷണം കൊടുക്കുമായിരുന്നു, കിച്ചണിൽ നിന്നൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു നമ്മുടെ മുത്തശ്ശൻ ഈ കീരിക്ക് അല്ലേ. അങ്ങനെ കീരിയുമായിട്ട് അങ്ങനെ ചങ്ങാത്തത്തിലായിരുന്നു. മാത്രമല്ല ഇണക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ടേമിങ്, ഇണക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. കാരണം കാട്ടിലെ കീരിയാണ് ഉപകാരപ്രദമായിട്ടുള്ള കീരി, പ്രത്യേകിച്ച് വളർത്തുന്ന കീരിയേക്കാളും നല്ലത് ഇതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ്. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. പലപ്പോഴും പൂന്തോട്ടത്തിൻ്റെ 4 മൂലകളിലും റോന്ത് ചുറ്റുന്നത് അല്ലേ, കീരി റോന്ത് ചുറ്റുന്നത് ഞാൻ പലപ്പോഴും ആൽമരത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാണാറുണ്ട്. And once I saw him with an egg in his mouth and knew he had been in the poultry house. ഒരിക്കൽ ഞാൻ കണ്ടു, ഒരു ദിവസം കണ്ടു, കോഴിക്കൂട്ടിൽ കയറിയ അവൻ തൻ്റെ വായിൽ കോഴിമുട്ടയുമായിട്ട് നിൽക്കുന്നത് കാണുകയാണ്. എന്ന് വെച്ചാൽ കോഴിയുടെ കൂട്ടിൽ നിന്നും മുട്ടയെടുത്തിരുന്നു. ബട്ട് ഹി ഡിഡ്ന്റ് ഹാംഡ് ദ ബേർഡ്സ്. പക്ഷേ കോഴിക്കൂട്ടിൽ നിന്നും മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. കോഴികളെ അവൻ കൊന്നില്ല, അല്ലെങ്കിൽ ശല്യപ്പെടുത്തിയില്ല. And I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വീട്ടിൽ വളരെ സുരക്ഷിതമായിട്ട് നിൽക്കുകയാണ്. മുത്തശ്ശൻ നന്നായിട്ട് അറിയാം. അവന് മാപ്പും കൊടുത്തു. അവൻ അങ്ങനെ മോഷ്ടിച്ചതിൽ എടുത്തതിൽ കാര്യമാക്കുന്നില്ല. കാരണം പാമ്പുകളെ പലപ്പോഴും അവിടെ നിന്ന് ഓടിച്ചു വിടാറ് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നത് ആരാണ്? ഈ കീരിയാണ്. അതുകൊണ്ട് മുത്തശ്ശൻ അത് കാര്യമാക്കിയില്ല. നെക്സ്റ്റ് വൺ, ദ banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. ഈ ബനിയൻ ആൽമരത്തിന് പിറകിൽ പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്. എന്താണ് മറ്റൊരു കാര്യം? അവിടെ വേറൊന്നുമല്ല, ദ കേസ് ഓഫ് ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. ചാരനിറത്തിലുള്ള അണ്ണാനും വെളുത്ത നിറത്തിലുള്ള എലിയും അവിടെ ഉണ്ട്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. ആ വെള്ള നിറത്തിലുള്ള എലി ആരുടേതാണ്? മുത്തശ്ശൻ്റെതാണ്. ഹി ഹാഡ് തോട്ട് ഇറ്റ് ഫ്രം ദ ബാസാർ ഫോർ 4 അണാസ്. കടയിൽ നിന്നും ചന്തയിൽ നിന്നും ഏകദേശം 4 അണ കൊടുത്തിട്ടാണ് ഈ വെളുത്ത നിറത്തിലുള്ള എലിയെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ, banyan tree, where it soon struck up a friendship with one of the squirrels. They would go off together on little excursions among the branches. അപ്പോൾ പലപ്പോഴും ഈ നമ്മുടെ വെളുത്ത ഈ എലിയെ എന്ത് ചെയ്യാറുണ്ട്? banyan ട്രീയിലേക്ക് കൊണ്ടുപോവുകയും ചില്ലകളോടെ കൊണ്ടുപോവുകയും അങ്ങനെ ഉല്ലാസകരമായിട്ടുള്ള യാത്രകൾക്ക് വേണ്ടി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നല്ലൊരു കൂട്ടാണ് ഈ ഒരു അണ്ണാനായിട്ടും അതോടൊപ്പം തന്നെ ഈ വെളുത്ത എലിയുമായിട്ട് ഈ ആൺകുട്ടിക്ക് അല്ലേ. അങ്ങനെ പലപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്, ശിഖരങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. വലിയ സന്തോഷമാണ്. ഉല്ലാസം നിറഞ്ഞ യാത്രകളൊക്കെ നടത്താറുണ്ട് ശിഖരങ്ങളിലൂടെ. ഓക്കെ, നെക്സ്റ്റ് വൺ. Then the squirrel started building a nest. At the first she tried building it in my pockets. അങ്ങനെ ആദ്യം എന്ത് ചെയ്ത് തുടങ്ങി? അതിൻ്റെ കൂട് ഉണ്ടാക്കാൻ തുടങ്ങി. കൂട് ഉണ്ടാക്കിയത് എവിടെയായിരുന്നു? അത് തൻ്റെ കീശയിലായിരുന്നു. ആദ്യമൊക്കെ കൂടുണ്ടാക്കിയത് തൻ്റെ പോക്കറ്റിലായിരുന്നു, കീശയിലായിരുന്നു. And when I went indoors and changed my clothes, I would find straw and grass falling out. പലപ്പോഴും ഷർട്ട് ഞാൻ മാറ്റുന്ന സമയത്ത് താഴേക്ക് വീഴുന്നത് കാണാറുണ്ട്. അതിൽ നിന്നുള്ള പുല്ലും അതോടൊപ്പം തന്നെ അണ്ണാറക്കണ്ണനെയും വീഴുന്നത് കാണാറുണ്ട്. ഓക്കെ,
Then the one day grandmother's knitting was missing. അങ്ങനെ ഒരിക്കൽ മുത്തശ്ശി തുന്നുന്ന സമയത്ത് വസ്ത്രങ്ങളൊക്കെ നഷ്ടമായിരുന്നു, കാണാതെയായിരുന്നു. We hunted for it everywhere but without success. എല്ലായിടത്തും അന്വേഷിച്ചു, കിട്ടിയില്ല, തിരക്കി കിട്ടിയില്ല. Next day I saw something glinting in the hole in the banyan tree. അങ്ങനെ തൊട്ട ദിവസം ഞാൻ കണ്ടു, banyan treeയുടെ ആ ദ്വാരത്തിൽ തിളങ്ങുന്ന ഒരു കാര്യം തിളങ്ങുന്നത് കണ്ടു. I saw that it was the end of grandmother's steel knitting needle. തുന്നുന്ന സൂചിയായിരുന്നു ആ തിളങ്ങുന്ന സൂചി അവൻ ആ പൊത്തിൽ നിന്നും എടുത്തു. I saw that it was the end of grandmother's steel knitting needle. On the looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels of them white. അങ്ങനെ ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പൊത്തിൽ കുറേ തുണികളുടെ കഷ്ണങ്ങൾ കണ്ടു. ആ കഷ്ണങ്ങൾക്കിടയിൽ ചെറിയ കഷ്ണങ്ങൾക്കിടയിൽ എന്ത് കണ്ടു? ഈ 3 എന്ത് കണ്ടു? സ്ക്വിറൽസ് 3 ചെറിയ അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളെ ഈ പൊത്തിൽ സുഷിരത്തിൽ കാണുകയാണ്. അതും വെളുത്ത 3 അണ്ണാറ കണ്ണന്മാർ. ഓക്കെ, ലാസ്റ്റ് വൺ. Grandfather had never seen white squirrels before. മുൻപൊന്നും അദ്ദേഹം ഇതുവരെ കാണാത്തതാണ് വെളുത്ത ഈ അണ്ണാറ കണ്ണന്മാരെ. And we gazed at them in wonder. അത്ഭുതം കൊണ്ട് അവയെ ഞങ്ങൾ നോക്കി. We were puzzled for some time. പലപ്പോഴും അന്തം വിട്ടുകൊണ്ട് ഞങ്ങൾ നിൽക്കാറുണ്ട്, കാരണം അത്രയും അത്ഭുതം ഊർന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണത്. അതുകൊണ്ട് but when I mentioned the white rats frequent visits to the tree, പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ഈ വൈറ്റ് റാറ്റ് അഥവാ ഈ വെളുത്ത ഈ എലി ഈ ആൽമരത്തിൽ സന്ദർശിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ഈ എലി തന്നെയായിരിക്കും അണ്ണാറക്കണ്ണന്മാരുടെ കുട്ടികളുടെ അച്ഛൻ. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് were related to each other, he said, and so it was quite possible for them to have offspring in the case white squirrel. പലപ്പോഴും ഈ സ്ക്വിറൽ റിലേറ്റഡ് ടു ഈച്ച് അതർ, പരസ്പരം ബന്ധപ്പെട്ടെടുക്കുന്നതാണ് ഇവ തമ്മിൽ. മാത്രമല്ല തീർച്ചയായിട്ടും അവർ തമ്മിൽ ബന്ധപ്പെട്ടെടുക്കാൻ കാരണം സാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അവ തമ്മിൽ ബന്ധപ്പെട്ടെടുക്കുന്നതാവാം, അച്ഛൻ തന്നെയാവാം ഇത്. ഈ കാര്യത്തിൽ, ഈ വൈറ്റ് സ്ക്വിറലിൻ്റെ കാര്യത്തിൽ അതായിരിക്കും സംഭവം എന്ന് പറയണം. ഓക്കെ, എനിവേ ദിസ് ഇസ് ദ സ്റ്റോറി. യു ക്യാൻ വൈൻഡ് അപ്പ് ഹിയർ, ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഐ വിൽ ഗിവ് യു സം ക്വസ്റ്റ്യൻ. You have to do yourself. Okay, and other activities so on we can discuss the coming classes, online classes. Okay, let's wind up here. Thank you.